എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 മുതൽ ഉപയോഗിക്കുന്ന ഒരു ചാർട്ടാണ്. ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ, സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് F&O, MCX, Forex, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അടുത്ത എൻട്രി ഞാൻ സിയിൽ എടുത്തിട്ടുണ്ട്. എൻ്റെ എൻട്രി പ്രൈസ് എന്ന് പറയുന്നത് 278 ആണ്. 278ലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കണേ. അത് ആവറേജിങ് കൺസെപ്റ്റാണ്. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുമ്പോൾ 271. ഒരു ബ്രേക്ക് ഔട്ട് കിട്ടി എന്നും പറഞ്ഞിട്ട് ഇന്നത്തെ ബ്രേക്ക് ഔട്ടുകളൊന്നും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഒരു ബ്രേക്ക് ഔട്ടിനെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിലൊക്കെ മേലോട്ട് പോകണം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് നിൽക്കുന്നത്. RSIയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ആ ഒരു ഗ്രീൻ ലൈൻ പിൻബാറാണ്, അല്ലെങ്കിൽ ആ ഗ്രീൻ ലൈൻ വീക്കാണ്. അപ്പോൾ അവിടെ നിന്ന് മേലോട്ട് പോകാതെ ഡൗൺ ആയിക്കഴിഞ്ഞാൽ, അതായത് ആ ഗ്രീൻ ക്യാൻഡിൽ ഒരു ഇത്തിരി വീക്കാണ്, പിന്നെ ആവറേജിങ് ആയതുകൊണ്ട് പോന്നാൽ താഴത്തോട്ട് നല്ല രീതിയിൽ ഫാളാവും. ഗ്രീൻ ക്യാൻഡിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഏത് നിമിഷവും ഡംപ് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ആവറേജിങ് ആണ്, അപ്പോൾ വെയിറ്റ് ചെയ്യാം, അതേ നിവർത്തിയുള്ളൂ. പിന്നെ ഒരു റിസ്കി ആവറേജിങ് കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ 2 ലോട്ട് ഇവിടെ ആവറേജ് ചെയ്യണം. അത് റെഡ് ആവുമോ എന്നൊന്ന് നോക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഈ ഗ്രീൻ ക്യാൻഡിൽ ഒരു വാല്യൂ ഇല്ല, അത് റെഡ് ആവാനായിട്ടുള്ള ചാൻസ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇൻ കേസ് 250ൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് നല്ല വോളിയത്തിൽ അങ്ങ് ഡംപായി കഴിഞ്ഞാൽ ആ 2 ലോട്ട് ആവറേജ് ചെയ്തത് ഇവിടെ എക്സിറ്റ് ചെയ്യും, വീണ്ടും താഴത്തുനിന്ന് റീ ആവറേജ് ചെയ്യും. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം RSI ഓൾറെഡി ഒരു ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ. പക്ഷേ ഈ RSI ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ഒരു ട്രെൻഡ് കണ്ടിന്യൂ ആയി മുകളിലോട്ട് പോയി എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. വീണ്ടും ഒരു റീ ആവറേജിനെ പറ്റി വീണ്ടും ആലോചിക്കുന്നുണ്ട്. 15 മിനിറ്റ്സിൽ മാർക്കറ്റ് താഴെയാണ് നിൽക്കുന്നത്, തിരിച്ച് കയറി വരാനായിട്ടുള്ള പോസിബിലിറ്റിയാണ്. കാരണം അവിടെ ഒരു ഷെയ്ഡൊക്കെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ക്രോസ് ഓവർ വന്നപ്പോൾ ആ ക്രോസ് ഓവർ കണ്ടിന്യൂ ചെയ്ത് മേളിലോട്ട് പോകും എന്നുള്ള കൺസെപ്റ്റിലാണ് 276 ഭാഗത്തേക്ക് ഒരു എൻട്രി എടുത്തത്. അൺഫോർച്ചുനേറ്റ്ലി അത് നല്ല രീതിയിൽ താഴത്തോട്ട് വന്നു. അത് ആവറേജിങ് കൺസെപ്റ്റിലാണ് എടുത്തത്. പിന്നെ രണ്ടാമത് പിന്നെ നല്ല പ്രോപ്പറായിട്ടുള്ള ഒരു ആവറേജിങ് സോണെന്ന് ഉദ്ദേശിച്ചത് RSI രണ്ടാമത് പിന്നെയും ക്രോസ് ഓവറായിട്ട് ഗ്രീനിലേക്ക് കയറിയാൽ മാത്രമാണ് ആ മൂവ് സസ്റ്റെയിൻ ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ നമുക്ക് തോന്നുന്നിടത്തൊക്കെ ആവറേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതിൻ്റെ ഇടയ്ക്ക് 250 ഭാഗത്ത് ഒരു ആവറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ക്യാൻഡിൽ വീക്ക് ആയതുകൊണ്ട് തന്നെ അത് ആവറേജിങ്ങിൻ്റെ നിയറസ്റ്റ് പ്രൈസിൽ തന്നെ ആവറേജ് ചെയ്തത് എക്സിറ്റ് ചെയ്യേണ്ടി വന്നു. ശേഷം വീണ്ടും റീ ആവറേജ് ചെയ്യുകയാണ്. അതായത് 238, 238.40 ആണ്. അപ്പോൾ ഏകദേശം 238 റൗണ്ട് ഫിഗർ കണക്ക് കൂട്ടിയാൽ മതി. ഞാനിവിടെ വീണ്ടും 2 ലോട്ടിട്ട് ആവറേജ് ചെയ്യുന്നുണ്ട്. ഈ ആവറേജ് എക്സിറ്റ് ചെയ്യുന്നില്ല. 276 ഒരു ലോട്ട് എടുത്തു, രണ്ടാമത്തത് 238 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനൊരു ആവറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ താഴത്തോട്ടൊക്കെ പോയി, അതായത് RSI ഇപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും റീക്രോസ് ഓവർ ആയിക്കഴിഞ്ഞാൽ വീണ്ടും RSI താഴെ പോയിട്ട് രണ്ടാമത് റീക്രോസ് ഓവർ ആയാൽ മാത്രമാണ് ഇനി 4 ലോട്ടിട്ട് ആവറേജ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് രണ്ടാമത്തെ ആവറേജിൻ്റെ സോണാണ്. 238ലാണ് ആവറേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻട്രി എടുത്ത പ്രൈസ് എന്ന് പറയുമ്പോൾ
276 ഞാൻ എൻട്രി എടുത്ത പ്രൈസ്. രണ്ടാമത് ആവറേജ് ചെയ്തത് 238-ൽ 2 ലോട്ട് ഞാൻ ആവറേജ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം എടുത്ത പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 276 രണ്ടാമത് ആദ്യം എടുത്ത എൻട്രി. അപ്പോൾ നിലവിൽ ഞാനത് ഇവിടെ നിന്ന് ആവറേജ് ചെയ്തപ്പോൾ അതിൻ്റെ ആവറേജിങ് ബൈ പ്രൈസ് വരുന്നത് 250 ആണ്. 250.46 ആണ് ആവറേജിങ് ബൈ പ്രൈസ് വരുന്നത്. അതായത് ഒന്നുകൂടെ തെളിച്ച് പറയാം, ഞാൻ ആദ്യം എടുത്തത് 276-ലാണ്. രണ്ടാമത് ഇപ്പോൾ പ്രോപ്പറായിട്ട് ഒരു ഫൈനൽ ആവറേജ് ചെയ്തിരിക്കുന്നത് 238-ലാണ്. 238-ൽ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തു. പിന്നെ ആദ്യം എടുത്ത ബൈ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 276 ആണ്. അപ്പോൾ ആവറേജിങ് ബൈ പ്രൈസ് വരുന്നത് 250 ആണ്. അപ്പോൾ 250-ലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? RSI ഓൾറെഡി ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. കാരണം ഇനി ആവറേജ് ചെയ്തത് എക്സിറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? ഈ ക്രോസ് ഓവർ, RSIയുടെ ഈ ക്രോസ് ഓവർ വന്നപ്പോൾ 276 എന്നുള്ള മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ആയിട്ട് മുകളിലോട്ട് പോകും. ആ മൂവ്മെൻറ്റ് 315 വരെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ 297 അല്ലെങ്കിൽ 315 വരെ കൊണ്ടുപോകാം എന്നുള്ള കൺസെപ്റ്റിലാണ് ഞാൻ ഇവിടെ എൻട്രി എടുത്തത്. പക്ഷെ എന്താ, അൺഫോർച്ചുനേറ്റ്ലി അത് താഴത്തോട്ട് പോയി. അപ്പം ഞാൻ ഓൾമോസ്റ്റ് സ്റ്റക്കായിപ്പോയി. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം എന്താ, ഒരു ലോട്ടാണ് എടുത്തിരിക്കുന്നത്. ആവറേജിങ് കൺസെപ്റ്റ് ആയതുകൊണ്ട് ഒരു ലോട്ടിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തത്. പക്ഷെ ഞാൻ എടുത്തത് ആ 10 ലോട്ടോ 7 ലോട്ടോ ഒക്കെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഞാനിപ്പോൾ സ്റ്റോപ്പ് ലോസും അക്സെപ്റ്റ് ചെയ്ത് ഒരു മൂലക്ക് മാറിയിരിക്കേണ്ടി വന്നേനെ. എങ്ങനെ മാറിയിരിക്കേണ്ടി വന്നേനെ? 276-ൽ എടുത്തൊരു എൻട്രി 276-ൽ എടുത്തൊരു എൻട്രി ഇപ്പോൾ 237-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 237-ലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 39 പോയിൻ്റാണ് ഡൗൺ ആയിട്ടിരിക്കുന്നത്. ഇത് ഞാനൊരു 39 പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 75 2925 രൂപയാണ് നിലവിൽ ലോസ്. കാരണം 238-ൽ 2 ലോട്ടിട്ട് ആവറേജ് ചെയ്തിട്ടുണ്ട്, അത് വാസ്തവം. അപ്പോൾ സിംഗിൾ ലോട്ടാണെങ്കിലും 2925 ഒരു 3000 രൂപ ലോസ് കൂട്ടും. ഓക്കെ. അപ്പോൾ നേരെ മറിച്ച് ഇത് 10 ലോട്ടായിരുന്നെങ്കിലോ 29,250 രൂപ ലോസ് അല്ലേ? അല്ലെങ്കിൽ വേണ്ട, 7 ലോട്ടായിരുന്നെങ്കിലോ 20,475 രൂപ ലോസ് അല്ലേ? എൻ്റെ ഇപ്പോൾ ലോസ് എനിക്കിപ്പോൾ എത്രയുണ്ട്? 3000 രൂപ അടുത്തേ ലോസ് ഉള്ളൂ. നേരെ മറിച്ച് അത് 250-ലേക്ക് വന്ന് ഇപ്പോൾ ആവറേജ് ചെയ്ത് 250-ലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് കോസ്റ്റ് ടു കോസ്റ്റ് അല്ലേ? അപ്പം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അത്ര കൺഫേം ആയിട്ടുള്ള ഒരു മൂവാണ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ഇന്നലെ ഞാൻ എങ്ങനെ കൺഫേം ആയിട്ടൊരു എൻട്രിക്ക് വേണ്ടി കാത്തിരുന്നോ അതേപോലെ തന്നെയാണ് ഇന്ന് ഞാൻ എൻട്രി എടുത്തത്. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരു എൻട്രി എങ്ങാനും എടുത്തിട്ട് ഇൻ കേസ് അത് ഫാളായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇന്നലെ കിട്ടിയ പ്രോഫിറ്റിൻ്റെ 4 ഇരട്ടി ഇന്ന് ലോസ് വരില്ലേ? അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണി കിട്ടാം. അപ്പോൾ പണി കിട്ടുന്ന സമയത്ത് ഈസി ആയിട്ട് അതിൽ നിന്ന് പോരാനായിട്ട് സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഫണ്ട് ബാലൻസ് വേണം. നമ്മുടെ തീരുമാനങ്ങൾ 80% നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും തെറ്റായി പോകണം എന്നുള്ള കൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞാൻ ട്രേഡ് ഫോക്കസ് ചെയ്യാറ്. ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡുകളും സക്സസ് ആവണമെന്നുള്ള കാര്യങ്ങളില്ല. കാരണം അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ RSIയുടെ ക്രോസ് ഓവർ വന്നപ്പോൾ മാർക്കറ്റ് മേളിലോട്ട് പോകണ്ടായിരുന്നു. ഞാനത് ഹോൾഡ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഗ്രീനിലേക്ക് കയറി ഇപ്പോൾ റീ ആവറേജ് ചെയ്തത്? അടുത്ത സ്റ്റേജ് ഇവിടെയാണ്. മാർക്കറ്റ് ഈ RSI സസ്റ്റെയിൻ ചെയ്ത് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് എന്താണെങ്കിലും 250 വന്നേ പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു റെഡ് ക്യാൻഡിൽ വീക്കാണ്. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മൾ ടെക്നിക്കൽ അനലൈസ് നോക്കിയിട്ടാണ് കൺഫേം ആയിട്ടൊരു ലെവലിലേക്ക് ഇരിക്കണേ. അപ്പോൾ ഇന്നലെ മാർക്കറ്റ് സക്സസ് ആയി, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ലെവലിലേക്ക് വന്നു എന്ന് വെച്ചിട്ട് ഇന്ന് ആ മാർക്കറ്റ് ആ ലെവലിലേക്ക് വരണമെന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ എടുത്തു പറഞ്ഞത്, ഇന്നലെ കോൺഫിഡൻ്റ് ആയിട്ട് ഇരുന്നു കിട്ടി. അപ്പോൾ ഇന്നലെ ലോട്ട് കൂട്ടിയെടുത്തു, അതേ കൺസെപ്റ്റ് ഇന്ന് വെച്ചായിരുന്നെങ്കിൽ ഇന്നലെ പ്രോഫിറ്റ് ലോട്ട് കൂട്ടിയെടുത്തപ്പോൾ കൂടുതൽ കിട്ടി, ഇന്ന് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോട്ട് കൂട്ടിയെടുത്തപ്പോഴത്തേക്കും നേരെ താഴത്തോട്ട് പോയില്ലേ? അപ്പോൾ എന്തായ അവസ്ഥ? ഇന്നലെ കിട്ടിയതിൻ്റെ 3 ഇരട്ടി ഇന്ന് പോകത്തില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ
നമ്മളൊരു ദൂരയാത്രയിൽ പോകുമ്പോഴത്തേക്കും നമ്മുടെ കാറിൽ സ്റ്റെപ്പിനില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഇടയ്ക്ക് വെച്ചിട്ട് പഞ്ചറായി കഴിഞ്ഞാൽ പോയില്ലേ, വണ്ടി വഴി കിടക്കില്ലേ, എന്ന് നാട്ടിൽ തിരിച്ചെത്താനാ? നേരെ മറിച്ച് എൻ്റെ കയ്യിൽ ഒരു 5-6 എക്സ്ട്രാ ടയർ എൻ്റെ ഡിക്കിക്കകത്തുണ്ടെങ്കിൽ എന്താ കുഴപ്പം? ഒരു സ്റ്റെപ്പിന് കയ്യിലുണ്ട്, ആ സ്റ്റെപ്പിനും പഞ്ചറായി പോയാൽ തീർന്നില്ലേ? അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 2-3 സ്റ്റെപ്പിന് എക്സ്ട്രാ ടയർ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഏത് പാതിരാത്രിയും ഏത് സ്ഥലത്തൂടെ വേണമെങ്കിലും എനിക്ക് പോകാം. കാരണം എൻ്റെ കയ്യിൽ സ്റ്റെപ്പിന് ടയറുണ്ട്. എന്ന് പറഞ്ഞ പോലെയാണ്, നമ്മുടെ കയ്യിൽ ബാക്കപ്പ് ഫണ്ട് ഉണ്ടെങ്കിൽ നമ്മുടെ എടുക്കുന്ന ലോട്ട് കുറവാണെന്നുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മാർക്കറ്റ് മൂവ് ആയില്ലെങ്കിൽ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമുക്കത് ഈസി ആയിട്ട് കറക്കി തിരിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇപ്പോൾ മാർക്കറ്റ് 241 ആയില്ലേ, 10 പോയിന്റും കൂടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെത് കോസ്റ്റ് ടു കോസ്റ്റ് ആയില്ലേ, സേഫ് ആയില്ലേ? അപ്പോൾ 244 മാർക്കറ്റ് നിൽക്കുന്നത്. അതായത് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് RSI അനുകൂലമായി വന്നിട്ട് മാർക്കറ്റ് എത്ര വരെ വരാം? 252 വന്നിട്ട് റിജക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ്, അതായത് 250. അപ്പോൾ 252ലേക്കോ 50ലേക്കോ വരുമ്പോഴത്തേക്കും കോസ്റ്റ് ടു കോസ്റ്റ് ആവത്തില്ലേ? അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 251 നിൽക്കുന്ന SMA 249ലേക്കാവും. അപ്പോൾ എന്താ, ചിലപ്പോൾ 251 കോസ്റ്റ് ടു കോസ്റ്റ് പോവില്ല. അപ്പോൾ 2 ലോട്ടും കൂടെ ആവറേജ് ചെയ്ത് എന്താ ഗുണം? 251 എന്നുള്ള കോസ്റ്റ് ടു കോസ്റ്റ് എങ്ങോട്ടാവും? 249ലേക്കാവും. ഇരുന്നൂറ്റി 49. ഓക്കെ, ഇങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ പറഞ്ഞതൊക്കെ ജെന്യുവനായിട്ടുള്ള കാര്യമാണോ എന്നൊക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും തോന്നാം കേട്ടോ. അതിൽ ഞാൻ കാണിച്ചു തരാം. നോക്കിയേ, ഇപ്പം 30 രൂപ പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഇപ്പം ആ കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി RSI മേളിൽ പോയി ക്രോസ് ഓവർ ആവണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ചാർട്ട് ഞാൻ എന്തായാലും മാറ്റി വെക്കുകയാണ്, ബാക്കി പുറകെ പറയാം. കാരണം എനിക്ക് 3 സ്ക്രീനുണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറ്റിയിട്ട് കാണിക്കുന്നത്. അപ്പോൾ നോക്കിയേ, മാർക്കറ്റ് എവിടെ എത്തി? കറക്റ്റ് 251 മാർക്കറ്റ് ആയില്ല. അപ്പോൾ എവിടെ എടുത്തു, അത് പാളിപ്പോയി കഴിഞ്ഞാൽ എവിടെ ആവറേജ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, 7 ലോട്ട് അല്ലെങ്കിൽ 10 ലോട്ട് എടുത്ത് പെട്ടുപോയ ആളുടെ ഒരു അവസ്ഥയും, ആ അതേ ആളുകൾ ഇപ്പോൾ 7 ലോട്ട് എടുക്കുന്ന ആളുകൾ, എൻ്റെ കയ്യിൽ 7 ലോട്ട് എടുക്കാനുള്ള ഫണ്ടുണ്ട്, വേറൊരാളുടെ കയ്യിലും 7 ലോട്ട് എടുക്കാനുള്ള ഫണ്ടുണ്ട്. അപ്പോൾ എന്താ ഗുണം? ഇന്നലത്തെ ട്രേഡ് ഞാൻ ഒരു ലോട്ടിൽ തന്നെ എടുത്തു, അത് കുറച്ച് ആവറേജ് ചെയ്തൊക്കെ പ്രോഫിറ്റിലാക്കി. ഇന്നലെ 7 ലോട്ട് എടുത്തൊരു വ്യക്തി അത് മേളിലോട്ട് പോയപ്പോഴത്തേക്കും പ്രോഫിറ്റാക്കി. ഇന്ന് ഞാൻ ഒരു ലോട്ട് എടുത്തു, അത് മേളിലോട്ട് പോയില്ല, മാർക്കറ്റ് താഴത്തോട്ട് വന്നു, ഞാനത് റീ ആവറേജ് ചെയ്ത് കോസ്റ്റ് ടു കോസ്റ്റിലാക്കി. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഇന്ന് 7 ലോട്ട് എടുത്തൊരു വ്യക്തി അത്രയും മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോഴത്തേക്ക് 25,000 രൂപ ലോസ് ആകുമ്പോഴത്തേക്കും ക്ഷമിച്ച് സഹിച്ച് അത് മേളിലോട്ട് കയറി വരും എന്നുള്ള കൺസെപ്റ്റോട് കൂടി ഇരിക്കും എന്നുള്ളൊരു തോന്നൽ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഒരു ട്രേഡർക്കുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തൊട്ട് പറയുന്നത്, ഏത് നിമിഷവും മാർക്കറ്റ് ഏത് സ്ഥലത്തേക്കും പോകാം. പക്ഷെ അതിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമ വേണം, മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി വേണം. അതുകൊണ്ടാണ് 80-20 പ്രിൻസിപ്പിൾ ഞാൻ ഫോളോ ചെയ്യുന്നത്. 1 ലക്ഷം രൂപയാണോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ലോട്ടിൽ തുടങ്ങ്. 2 ലക്ഷം രൂപയാണോ, അതായത് 1 ലക്ഷം രൂപയിൽ 2,500 രൂപ ലോസ് വന്നാൽ ഒന്നും സംഭവിക്കാനില്ല, ഒരു പേടിയില്ല. പക്ഷേ 1 ലക്ഷം രൂപയിൽ 20,000 30,000 ലോസ് വരുമ്പോൾ അവനൊന്ന് പേടിക്കും. ബട്ട് 10 ലക്ഷം രൂപയുള്ള ഒരാളാണെങ്കിൽ അതിലൊരു 20,000 രൂപ വന്നാൽ പേടിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? 1 ലക്ഷം രൂപയിൽ 2,000 രൂപ ലോസ് വരുന്ന അതേ മാനസികാവസ്ഥ തന്നെയാണ് 10 ലക്ഷം രൂപയുള്ള ഒരാൾക്ക് 20,000 രൂപ ലോസ് വരുന്നത്. ഇതാണ് കറക്റ്റ് മണി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരേ റൂള് ഞാൻ ഫോളോ ചെയ്തു. ആ മണി മാനേജ്മെൻറ്റ് സിസ്റ്റം തന്നെ ഞാൻ ഇന്നും ഫോളോ ചെയ്തുകൊണ്ടല്ലേ എനിക്കിപ്പോഴും കോസ്റ്റ് ടു കോസ്റ്റിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ RSI മേളിൽ പോയി തിരിഞ്ഞ് ക്രോസ് ഓവറായിട്ട് വരുമ്പോഴത്തേക്കും ഞാനിപ്പോഴും ഹാപ്പിയല്ലേ? എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഏരിയാസ് മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ടുണ്ട്.
അപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അബദ്ധം പറ്റിയത് കാണിക്കാനും എനിക്ക് അബദ്ധം പറ്റിയെന്ന് അംഗീകരിക്കാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനൊരു യൂട്യൂബറാണ്, അല്ലെങ്കിൽ കുറേ ആളുകളെ പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ലൈവിലിരുത്തി അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അബദ്ധം വന്നുകൂടായില്ലല്ലോ. ഞാൻ 101% ശരിയാണെന്ന് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടുമില്ല. എനിക്കും പറ്റും അബദ്ധം. ഞാൻ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? 80%, അതായത് 10 ട്രേഡിൽ 8 ട്രേഡും ലോസായി പോകും. ആ പോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ റിക്കവർ ചെയ്തെടുക്കാം എന്നാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. മനസ്സിലായി? എല്ലാ ട്രേഡും സക്സസ് ആവണമെന്നില്ല. എല്ലാ ട്രേഡും സക്സസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങനെയാണ് ട്രേഡ് പഠിക്കണേ? എടുക്കുന്ന ട്രേഡ് എല്ലാം സക്സസ് ആയ ഒരു ട്രേഡർ എങ്ങനെ ട്രേഡ് പഠിക്കും? ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനെ അഭിമുഖീകരിച്ച് ഓവർകം ചെയ്ത് ആ പ്രശ്നത്തെ സോൾവ് ചെയ്യുന്ന ഒരാളാണ് യഥാർത്ഥമായിട്ടുള്ള ഒരാൾ. പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്നവനാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ? ഞാൻ എടുക്കുന്ന എല്ലാ ട്രേഡും ലോസിലേക്ക് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എവിടെയും നമുക്ക് തലയുയർത്തി നിൽക്കാം, നമുക്ക് ട്രേഡ് ചെയ്യാം. അതിനാണ് മണി മാനേജ്മെൻറ്റ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എനിവേ ഈ RSI ക്രോസ് ഓവർ ആകുമ്പോൾ ഇനി അടുത്ത ലെവലിൽ കാണാം. ഓക്കെ, സമയം 12:10 ആയിട്ടുണ്ട്. 12:10 ആയിട്ടുണ്ട്. ഞാനിവിടെ കൾസർ വെച്ച് കാണിച്ചു തരാം. സമയം ഇപ്പോൾ എത്ര മണിയുടെയാണ്? വെനസ്ഡേ ടു ജൂലൈ 2025 12 മണി. 12 മണിയുടെ ക്യാൻഡിലാണ്, 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കണത്. ഇപ്പോൾ സമയം 12:10 ആയിട്ടുണ്ട്. 12:10 2591 ഫ്യൂച്ചർ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പലരും പറയുന്നുണ്ട് ഇത് റെക്കോർഡഡ് ആണെന്ന് പറയുന്നുണ്ട്. ലൈവ് മാർക്കറ്റ് അനലൈസ് അല്ല, ഇത് റെക്കോർഡ് വെച്ചതിന് ശേഷം സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് പറയുന്നതല്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞാൽ ഇന്നത്തെ യൂട്യൂബ് വീഡിയോയുടെ ടൈറ്റിൽ ഞാനിപ്പോഴേ പറഞ്ഞു തരാം. എന്നാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന യൂട്യൂബ്, അതിൻ്റെ തമ്പനയിൽ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇന്നത്തെ ട്രേഡിങ്ങിൽ വന്ന പിഴവും അതിനുള്ള പരിഹാരവും എങ്ങനെ പരിഹരിച്ചു? ആൻസർ ഈസ് വെരി സിമ്പിൾ. പ്രോപ്പർ മണി മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്തത്. പക്ഷെ അതിന് വിലപ്പെട്ടൊരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ഈ ഒരു ചാർട്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര കോൺഫിഡൻറ്റോട് കൂടി ലോസ് ആയാലും അതിനെ റിക്കവർ ചെയ്തെടുക്കാനും ഒക്കെ പറ്റുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഞാൻ കൃത്യമായിട്ട് എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാനിവിടെ തുറന്നു പറയുന്നുണ്ട്. അബദ്ധങ്ങളല്ല, മാർക്കറ്റിൻ്റെ ചാർട്ടിൽ വന്ന കാര്യങ്ങളാണ്. അബദ്ധങ്ങളാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പ്രോപ്പറായിട്ട് ചാർട്ട് നോക്കി തന്നെയാണ് എൻട്രി എടുത്തത്. എങ്കിലും അതിലൊരു എന്താ പറയണ്ടേ, കാര്യങ്ങളൊക്കെ ഓപ്പോസിറ്റൊക്കെ മാർക്കറ്റ് മൂവ് ചെയ്യാം. അതെങ്ങനെ സ്വസ്ഥമായിട്ടുള്ള മനസ്സോടുകൂടി കാത്തിരുന്നിട്ട് പ്രോപ്പർ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ട് എങ്ങനെ അത് റിക്കവർ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അത് മസ്റ്റായിട്ടും ലോസ് വരുന്ന ആളുകൾ ഇന്നത്തെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോൾ 25,605 മാർക്കറ്റ് വന്നിട്ടുണ്ട്. അവിടുത്തെ ബ്ലൂ ലൈൻ എടുത്ത് മാറ്റാം. 25,605 എന്നുള്ളത് ഭാഗത്ത് വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് കവറപ്പ് ചെയ്ത് പോകണം. കാരണം ഇതൊരു റീടെസ്റ്റ് ആവാനായിട്ട് പാടില്ല. കാരണം ഇത് റീടെസ്റ്റ് ആയിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്യാൻഡിൽ വിരിച്ച് താഴത്തോട്ട് വരും. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ മാർക്കറ്റ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഓൾമോസ്റ്റ് 281, 300 റേഞ്ചിലൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ കണക്കും കാര്യങ്ങളൊന്നും പറയാനായിട്ടില്ല. ഉള്ള ക്യാപിറ്റൽ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, ഉള്ള ക്യാപിറ്റൽ വെച്ചിട്ട് എങ്ങനെ മണി മാനേജ്മെൻറ്റ് ചെയ്ത് പ്രോഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. വലിയ പ്രോഫിറ്റ് കാണുമ്പോഴത്തേക്കും സന്തോഷമാണ്. പക്ഷേ വലിയ ലോസ് കാണുമ്പോഴത്തേക്കും അതിലേറെ സങ്കടമാണ് എല്ലാവർക്കും. അപ്പോൾ ലോട്ട് സൈസ് കൂടുമ്പോൾ ചെറിയ ലോസ് കണ്ടാൽ പോലും പെട്ടെന്ന് നമ്മൾ പാനിക്കാവും. പക്ഷേ ആ ക്വാണ്ടിറ്റി വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ ലോസൊന്നും നമുക്കത്ര വലിയ ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ലോട്ട് കുറച്ച് ലോങ് ഹോൾഡിങ് ചെയ്ത് പഠിക്കൂ എന്നുള്ള കാര്യങ്ങൾ പറയുന്നത്. വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് തയ്യാറാക്കൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇൻ കേസ് ഇൻ ഫ്യൂച്ചറിൽ പതുക്കെ കൂട്ടി 1 ലക്ഷത്തിന് പകരം 10 ലക്ഷം ആകുമ്പോഴത്തേക്കും ഈ 300 എന്നുള്ളത് 3000, 30,000 ഒക്കെ ആക്കാൻ പറ്റും. അതെന്നും ബിസിനസ്സിലൊരു വളർച്ച വരുന്നത് പോലെ തന്നെയാണ് ഒരു ട്രേഡറും വളർന്നു വരേണ്ടത്. ബിസിനസ് നല്ല രീതിയിൽ ഡെവലപ്പ് ആകണമെന്നുണ്ടെങ്കിൽ എത്ര വർഷം ആ ബിസിനസ് ഓണർ കഷ്ടപ്പെട്ടിട്ട് കാണും,
എത്ര വേദനകൾ, എത്ര ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് കാണും. പക്ഷേ ട്രേഡർക്ക് അത്ര നാളൊന്നും ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ടൈമും ഇല്ല, സാഹചര്യവും ഇല്ല. ഇന്ന് ട്രേഡിൽ വരണം, ഇന്ന് ഡീമാറ്റ് അക്കൗണ്ട് എടുക്കണം, നാളെ പേഴ്സണൽ ലോൺ അപ്ലൈ ചെയ്യണം, അടുത്ത ആഴ്ച 24 മണിക്കൂർ കൊണ്ട് പേഴ്സണൽ ലോൺ കിട്ടും, 7 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡെയിലി 5000 രൂപ എടുക്കുന്ന ലെവലിലേക്ക് വളരണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി 5ഓ 10ഓ യൂട്യൂബ് ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് ട്രേഡർ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഭവിഷ്യത്ത് അനുഭവിക്കാൻ ആ ട്രേഡർ ബാധ്യസ്ഥനാണ്. അതിനൊരു വിധിയെ കുറ്റം പറഞ്ഞിട്ടോ ഒരാളെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. അതിന് പൂർണ്ണ ഉത്തരവാദി ആ ട്രേഡർ തന്നെയാണ്. ആ ട്രേഡർക്ക് വരുന്ന ലോസ് ആ ട്രേഡറുടെ എന്താ പറയണ്ടേ, ക്ഷമയില്ലായ്മ കൊണ്ട് പറ്റിയത് മാത്രമാണ്. ഞാനും അങ്ങനെയൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്തും ഒരുപാട് ആളുകളോട് സംസാരിച്ചിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്ന് ഷെയർ ചെയ്തും ഞാൻ കാര്യങ്ങൾ പറയുന്നു. ഒരു ട്രേഡ് എടുത്ത് വെച്ചിട്ട് വെറുതെ ആ PNL സൂം ചെയ്തുകൊണ്ട് ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഇരുന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഫ്രീ മൈൻഡ് സെറ്റപ്പിലേക്ക് നമുക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണി മാനേജ്മെൻറ്റ് പ്രോപ്പർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതും പ്രതീക്ഷിച്ചതുപോലെ തന്നെ മാർക്കറ്റ് 25,605 പോയി റീടെസ്റ്റ് അടിച്ച് തിരിച്ച് താഴത്തോട്ട് വന്നു. ഇന്നത്തെ വീഡിയോ വളരെ ലെങ്തി വീഡിയോ ആണ് കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം ഒരു ഐഡിയ ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, വീഡിയോയുടെ അടുത്ത പാർട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അബദ്ധം പറ്റി സി എടുത്തു, സി ആവറേജ് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്തത്. അതായത് താഴത്തോട്ട് വന്നു, അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ആവറേജ് ചെയ്തു, അതിനുശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു 25,605 25,600 ഭാഗത്ത് മാർക്കറ്റ് റീടെസ്റ്റ് എടുക്കും. ആ റീടെസ്റ്റ് കവറപ്പ് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ പറഞ്ഞത്. പക്ഷേ അവിടെ റീടെസ്റ്റ് എടുത്ത് ബ്രേക്കാണ്, റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് അതിൻ്റെ തനി സ്വഭാവം കാണിച്ചു, അവിടെ നിന്ന് നേരെ താഴത്തോട്ട് വന്നു. ആ മൂവ്മെൻ്റാണ് ഇവിടെ 5 മിനിറ്റിൻ്റെ RSIയുടെ ക്രോസ് ഓവർ മാർക്കറ്റ് 300 ബ്രേക്ക് ചെയ്തിട്ട് അപ്രോക്സിമേറ്റ് മാർക്കറ്റ് ചെന്ന് നിൽക്കുന്നത് 350-ലാണ്. 365 മേജറായിട്ടുള്ള ഒരു റിജക്ഷൻ പോയിന്റ്. അപ്പോൾ ഓൾമോസ്റ്റ് എന്താ, ഈ ഒരു ക്യാൻഡിൽ 2 ക്യാൻഡിൽ വീക്കാണ്. RSIയിൽ ഒരു റീക്രോസ് ഓവറും അലർട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അബദ്ധം പറ്റി അത് തിരിച്ച് കോസ്റ്റ് ടു കോസ്റ്റിലേക്കാക്കി. അപ്പോൾ അതിനുശേഷം അവിടെ നിന്ന് റീടെസ്റ്റ് അടിച്ച് മാർക്കറ്റ് താഴത്തോട്ട് വന്ന ആ മൂവ്മെൻറ്റ് പിയിലേക്ക് എടുത്ത് 300-ൽ നിന്ന് 347 വരെ. അപ്പോൾ നിലവിലത്തെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. $297 ആവറേജ് എൻട്രി എടുത്തത്. അതിപ്പോൾ ആദ്യം കുറച്ച് കൂടുതൽ ലോട്ടാണ്, കാരണം ഈ ഒരു ലെവലിൽ വന്നപ്പോൾ, അതായത് 324 എന്നുള്ള ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ലെവലിലേക്ക് വന്നപ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ ഒരു ലോട്ടുള്ളത് ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് 328ലേക്കാണ്. ഈ RSI കറക്റ്റായിട്ട് കിട്ടി. 5 മിനിറ്റിൽ സിയുടെ RSIയിൽ ഫ്ലോപ്പ് ആയപ്പോൾ അത് എക്സിറ്റ് ചെയ്തിട്ട് പിയുടെ RSIയിൽ റീതിങ്ക് ചെയ്തു, അത് കറക്റ്റായിട്ട് ചെയ്തു. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ലോട്ട് കുറച്ച് ചെയ്യുന്നതുകൊണ്ടാട്ടോ ഇതൊക്കെ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങളായിട്ട് നടക്കുന്നത്. ലോട്ട് കൂടുതലൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ ലോസ് അല്ലെങ്കിൽ സിയിൽ നല്ലൊരു ലോസ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഓപ്പർച്യൂണിറ്റി നോക്കിയിരുന്നിട്ട് പേപ്പർ ട്രേഡ് ചെയ്യത്തേ ഉള്ളൂ. അല്ലാതെ ഈ ട്രേഡൊന്നും എടുക്കാനുള്ള ധൈര്യം ഒരു ട്രേഡർക്കും ഉണ്ടാവില്ല. ലോസ് കൺട്രോൾ ചെയ്ത് മിനിമൈസ് ചെയ്ത് നിർത്താൻ പറ്റുന്നതുകൊണ്ടാണ് നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് ധൈര്യമായിട്ട് കയറാൻ പറ്റുന്നത്. ഇതൊക്കെ ഞാനീ കിടന്നിട്ട് ഘോരം പ്രസംഗിക്കുന്നതല്ലാതെ ആരെങ്കിലും ഒരാൾ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ വിജയം കൂടെയാണ്. പിന്നെ രണ്ടാമത്തെ കേസ്, നിങ്ങൾ വിചാരിക്കും ഇവൻ എന്തിനാണ് ഈ കിടന്നിട്ട് പ്രസംഗിക്കണേ, ഈ വക കാര്യങ്ങളുടെ വല്ല കാര്യമുണ്ടോ, ഇവൻ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്ത് സമ്പാദിച്ചാൽ പോരെന്നുള്ള ചോദ്യങ്ങൾ വരും. ഈ അനലൈസിങ്ങും ഈ ലൈവ് വീഡിയോയും അല്ലെങ്കിൽ ഈ വ്യൂ അനലൈസിങ്ങും നിങ്ങളുടെ മുമ്പിൽ ഈ ഘോരം ബാധിക്കുന്നത് കൊണ്ട് എൻ്റെ സ്കില്ലാണ് ഡെവലപ്പ് ആവുന്നത്. കാരണം ഒരു ഓഡിയൻസിൻ്റെ മുമ്പിലേക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവരുടെ മുമ്പിൽ നമ്മൾ മോശമാവാതിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത്
തെറ്റായി പോകാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം നന്നാക്കാൻ ശ്രമിക്കും. കാരണം ഞാനിത് ഒറ്റക്കല്ല വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഒറ്റക്കല്ല കാണുന്നത്. ഒറ്റക്കാണെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. പക്ഷേ ഇതൊരു പബ്ലിക്കിലേക്ക് വേണ്ടി എൻ്റെ ട്രേഡിംഗ് എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് ഒരു ട്രേഡിംഗ് പർപ്പസായിട്ട് കാണാൻ വേണ്ടി ഞാനിത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് ചെയ്യുമ്പോൾ അത് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാനായിട്ടാണ് ഞാൻ ശ്രമിക്കേണ്ടത്. അപ്പോൾ ഞാൻ അറിയാതെ അത് നല്ലതാക്കാൻ ശ്രമിക്കും തോറും എൻ്റെ സ്കില്ല് ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ ഓർക്കുന്നില്ല. അപ്പോൾ എൻ്റെ സ്കില്ല് ഡെവലപ്പാവുന്നു, ഞാൻ ഡെവലപ്പാവുന്നു, ഞാൻ സ്വന്തമായിട്ട് മണി മാനേജ്മെൻറ്റ് പഠിക്കുന്നു, സ്വന്തമായിട്ട് അനലൈസിങ് പഠിക്കുന്നു, അതിൻ്റെ സ്കില്ല് ഡെവലപ്മെൻറ്റ്സ് കിട്ടുന്നു. അതിൻ്റെയൊക്കെ ഗുണം എനിക്ക് തന്നെയല്ലേ. പിന്നെ ഞാൻ ഈ ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്താ തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. കാരണം എൻ്റെ വീഡിയോയ്ക്ക് റിപ്പീറ്റേഷൻ വാല്യൂ വളരെ കുറവാണ്. പല പല സ്ട്രാറ്റജീസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ ഓഡിയൻസിനെ കിട്ടാം, കൂടുതൽ വ്യൂസ് കിട്ടാം, യൂട്യൂബിൽ നിന്നുള്ള അത്യാവശ്യം വരുമാനങ്ങളൊക്കെ കിട്ടാം. എന്നെ സംബന്ധിച്ച് എന്താ കിട്ടാനുള്ളത്? യൂട്യൂബിൽ നിന്നുള്ള വരുമാനമൊന്നും കാര്യമായിട്ടില്ല. കാരണം ഇന്നത്തെ ലൈവ് വീഡിയോ ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ തീർന്നു. അല്ലെങ്കിൽ നാളത്തേക്കുള്ള മൈ ട്രേഡിംഗ് പ്ലാൻ എന്നും പറഞ്ഞ് നിഫ്റ്റിയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ 10 മണി 12 11 മണിയോടുകൂടി ആ വ്യൂവിൻ്റെ പ്രാധാന്യം അവിടെ തീർന്നു. പിന്നെ ഞാനവിടെ വീഡിയോ ചെയ്യുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഇത് സെൽഫായിട്ടുള്ള ഡെവലപ്മെൻറ്റാണ്. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സ് ഓൺ ചെയ്യാറില്ല. കാരണം അതിൻ്റെ കാര്യമില്ല. കാരണം എനിക്ക് എൻ്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യണം, ഈ ഒരു സ്ട്രാറ്റജി കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരെ പഠിപ്പിക്കണം. അപ്പോൾ കമൻറ്റ് ബോക്സ് ഇട്ടിട്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ അതിൽ വരുന്ന കമൻറ്റിന് റിപ്ലൈയും കൊടുത്ത് ഓരോ ആളുകളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്തൊന്നും കളയാനായിട്ട് എനിക്ക് സമയം തീരെ ഇല്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കമൻറ്റ് കിട്ടിയിട്ട് കൂടുതൽ ആൾക്കാർ ഇത് പഠിക്കാൻ വരണോ? ട്രേഡിങ്ങിൽ ആ ഒരു കാര്യം പോസിബിൾ അല്ല. ഇന്നത്തെ ഈ ട്രേഡ് എൻ്റെ കൂടെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആവണമെന്നില്ല. ചില ആളുകൾക്ക് പ്രോഫിറ്റ് ആവാം, ചില ആളുകൾക്ക് കോസ്റ്റ് ടു കോസ്റ്റ് ആവാം, ചില ആളുകൾക്ക് ലോസ് ആവാം. ഒരു ട്രേഡിങ് എപ്പോഴും ഡിപ്പെൻസ് അപ്പോൺ അവൻ്റെ സാമ്പത്തിക സാഹചര്യങ്ങൾ, അവൻ്റെ മൈൻഡ് സെറ്റ്. ഇപ്പോൾ രാവിലെ വീട്ടിലൊരു ഇഷ്യൂ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ 100 പോയിൻറ്റിൻ്റെ റൈഡ് ചിലപ്പോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. അവൻ നല്ലൊരു ട്രേഡർ ആയിരിക്കാം, പക്ഷെ അവൻ്റെ അന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഡിപ്രഷൻസ് അവനെ ട്രേഡിങ്ങിലേക്ക് ബാധിക്കാം. അപ്പോൾ RSI ഓൾറെഡി ക്രോസ് ഓവറായി വന്നിട്ടുണ്ട്. ഇത് എക്സിറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു ട്രേഡ് ഞാൻ വൈൻഡപ്പ് ചെയ്തു. അപ്പോൾ വീണ്ടും എന്താ 5 മിനിറ്റിൻ്റെ RSI അപ്പായിട്ടുണ്ട്. ഒരു എൻട്രി, പുതിയ സ്ട്രൈക്കാണ്, 25,300ൻ്റെ C ആണ്. ഒരു ട്രേഡ്, അതായത് RSI ആദ്യമേ ഒരു RSI ക്രോസ് ഓവറായി, അത് പരാജയപ്പെട്ടു, ലോസ് റിക്കവറായി. അത് കഴിഞ്ഞിട്ട് പിയുടെ RSI നോക്കി ഒരു ട്രേഡ് എടുത്തു, അത് തിരിച്ച് ഡൗൺ ആയി. അപ്പോൾ ഇവിടെ RSI വീണ്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായി? മൂന്നാമത്തെ അപ്ലൈ ആണ് RSIയിൽ അപ്ലൈ ചെയ്യുന്നത്. RSI നോക്കി ചാർട്ട് നോക്കി മൂന്നാമത്തെ അപ്ലൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് പോയിട്ട് മാർക്കറ്റ് 307 വല്ലതും വന്ന് 3:30 ആകുമ്പോൾ നിൽക്കുമെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. 284 മേജറായിട്ടുള്ള റെസിസ്റ്റൻറ്റ് ലെവൽ. ഓക്കെ, 285, 83 ആ റേഞ്ചാണ് മേജറായിട്ടുള്ള ലെവൽ. അവിടെ എക്സിറ്റ് ആയാലും ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ വളരെ സേഫാണ്. 81, 83 ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ 25,559 ടച്ച് ചെയ്യുമ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. 3.25 ക്യാൻഡിൽ ഈ ലെവലിന് മുകളിലോട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 25,587 3:30 വന്ന് നിൽക്കുന്നത്. അത് 3.25 ക്യാൻഡിൽ അറിയാൻ പറ്റുള്ളൂ. അതുവരെ അടുത്തൊരു ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി സ്ക്വയർ ഓഫ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇനി പ്രീവിയസ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അഗെയിൻ നോക്കുന്നുള്ളൂ. അതായത് ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ, ഈ ക്രോസ് ഓവർ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ വന്നപ്പോൾ ഇവിടെ ഈ ഒരു പോയിന്റുകൾ കറക്റ്റ് ടാലി ആവുകയും ചെയ്തു. ഫ്യൂച്ചറിൽ SMA-യും മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. അപ്പോൾ 2 RSIയിലെ ഗുണം നോക്കി, ഒന്ന് 300 തൊട്ട് 340 വരെയുള്ള മൂവ്മെൻറ്റ്, പിന്നെ ഇവിടെ 266 തൊട്ട് 293 വരെയുള്ള മൂവ്മെൻറ്റ്.
അപ്പം അതിൽ 2 RSI നല്ല രീതിയിൽ ഗുണം ചെയ്തു, ഒരെണ്ണത്തിൽ ലോസായിട്ടും അത് റിക്കവർ ചെയ്തു. അപ്പോൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട്, ഇതുവരെ ഞാൻ ചെയ്തത് വെച്ചിട്ട് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പറയണേ. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടൊരു ഫാൾട്ട് വന്നിട്ട് അതിനെ റിക്കവർ ചെയ്ത് എങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പ്ലാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് പൊതുവെ കുറവാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ടാർഗറ്റിൽ ഇറങ്ങി മാറുന്നതുകൊണ്ട്. പക്ഷെ ഇന്ന് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ലോസ് വന്നാൽ എങ്ങനെ അതിനെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം, മണി മാനേജ്മെൻറ്റ്, റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ എങ്ങനെ ചെയ്ത് പ്രോഫിറ്റബിൾ ആക്കാം എന്നുള്ള വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ എന്താ പറയണ്ടേ, ഇങ്ങനെയുള്ള സമയത്താണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ്റെ അഡ്വാൻറ്റേജ്. ഒറ്റക്കിരുന്ന് ട്രേഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പിഴവ് ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നമുക്കത് പോസിറ്റീവാക്കി കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പറഞ്ഞു വരുന്നത്, ഇനിയും ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ട്രേഡ് ചെയ്യണം എന്ന ആഗ്രഹമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എനിവേ, ഇന്നത്തെ പരിപാടി ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാക്കി പറയാനുള്ളത് പുറകെ പറയാം. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ്, അത് അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ്, അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു 80% മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പബ്ലിക് ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതിൽ 2023 മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തൊരു മെച്ചം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ, ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിങ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, കൺസിസ്റ്റൻ്റായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രേഡർ ആവാനായിട്ട് സാധിക്കട്ടെ, അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.